Hi friends, welcome back to Happy Life TV. മക്കള് നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടെ ഒരുപാട് മാനസികമായ ഉല്ലാസത്തോടു കൂടെ പലതും നേടാനുള്ള തരത്തിലേക്ക് വളർന്നു വരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് പോസിറ്റീവ് പാരൻറ്റിംഗ് എന്നത്. എന്താണ് പോസിറ്റീവ് പാരൻറ്റിംഗ് എന്നത് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഒരു പ്രായോഗികമായ തലമാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. സാധാരണ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് പലപ്പോഴും രക്ഷിതാക്കൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് സ്റ്റൈൽ ഓഫ് പാരൻറ്റിംഗ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മകൻ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വീഴാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയും, എടാ അവിടെ പോവല്ലേ എന്ന് പറയും. എടുക്കാൻ പാടില്ലാത്തൊരു സാധനം എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എടാ അത് എടുക്കല്ലേ എന്ന് പറയും. അതേപോലെ തന്നെ കയറാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് ഈ കുട്ടി ഇങ്ങനെ കയറി പോകുന്നത് കണ്ടില്ല, എടാ അവിടെ കയറല്ലേ എന്ന് പറയും. ഇതിനാണ് നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പാരൻറ്റിങ് സ്റ്റൈലിന് സാധാരണ രീതിയിൽ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പാരൻറ്റിംഗ് ആണ്. ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു തവണ ഒരു കുട്ടിയോട് പേര് ചോദിച്ചു, എന്താണ് മോനെ എൻ്റെ പേരെന്ന് ചോദിച്ചു. പ്ലീസ് ടെൽ മീ യുവർ നെയിം. ആ കുട്ടി മറുപടി പറഞ്ഞത് എൻ്റെ പേര് ഡോൺ ജോൺ എന്നാണ്. ഡോൺ ജോൺ. അതെന്താ ഡോൺ ജോൺ എന്ന് ആരെങ്കിലും പേരിടുമോ? അപ്പോൾ കുട്ടി പറഞ്ഞു, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി എന്ത് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പാരൻസ് പറയും ഡോൺ ജോൺ ഡോൺ ജോൺ. ആ കുട്ടി അവിടെ പോകുമ്പോൾ പറയും ഡോൺ ജോൺ, ഇവിടെ കയറാൻ നോക്കുമ്പോൾ പറയും ഡോൺ ജോൺ. ആ കുട്ടി ലാസ്റ്റ് പറയാം എൻ്റെ പേര് തന്നെ ഡോൺ ജോൺ ആണെന്ന്. അപ്പോൾ ഈ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് പാരൻറ്റിങ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ കുട്ടികളുടെ ഭാവിയിൽ അവരുടെ മാനസികമായ ശക്തി, അത് വളർന്നു വരാനുള്ള താല്പര്യത്തെ വല്ലാതെ തല്ലിക്കെടുത്തുന്നതാണ് അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് തന്നെ അത് ബോധ്യം, അഡൽട്ട്സ് ആണെങ്കിൽ വളർന്നു വന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് തന്നെ അത് മനസ്സിലാകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഓഫീസിലേക്ക് ഒരാൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുവാൻ വേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം ഓഫീസിൽ അവിടെ ജോയിൻ ചെയ്തു. ഔദ്യോഗികമായി ഒഫീഷ്യലി ജോയിൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് അവിടെ ഓഫീസിലേക്ക് സ്റ്റാഫെല്ലാം ഇരിക്കുന്ന ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു ചെയർ ഉണ്ടായിരുന്നു. ആ ചെയറിലേക്ക് ഇരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അയാൾ അവിടെ ചെന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന വേറൊരാൾ പറഞ്ഞു, ഓ അവിടെ ഇരിക്കാൻ പാടില്ല, അത് വേറൊരാളുടെ സീറ്റാണ്. തൊട്ടപ്പുറത്ത് മറ്റൊരു സീറ്റ് കണ്ട് അവിടെ ഇരിക്കാൻ പോയ സമയത്ത് അവിടുന്ന് പറയാം ഇവിടെ ഇരിക്കാൻ പറ്റില്ല. മൂന്നാമതൊരു സീറ്റ് കണ്ട് അവിടെ ഇരിക്കാൻ ചെന്നത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഒരു 4, 5, 6 തവണ ഇങ്ങനെ സീറ്റ് കാണുമ്പോൾ അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെല്ലുമ്പോൾ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ 6-മതോ 7-മതോ ഒരു സീറ്റ് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് ഇനിയിപ്പോൾ ഞാൻ അവിടെ ഇരിക്കാൻ പോയി കഴിഞ്ഞാൽ അവരെന്താ പറയുക എന്ന് വിചാരിച്ച് അത് ചെയ്യാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം തകർക്കപ്പെടുന്ന ഒരവസ്ഥ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ചെയ്യല്ലേ, എടുക്കല്ലേ, അവിടെ വരല്ലേ, അങ്ങനെയാക്കല്ലേ, ഇങ്ങനെയാക്കല്ലേ എന്ന് ഒരുപാട് തവണ ഡോൺസ് കേട്ട് വളരുന്ന നമ്മുടെ മക്കളുടെ ആത്മവിശ്വാസത്തിൻ്റെ തോത് വളരെ വലിയ രീതിയിൽ ചെറിയ പ്രായത്തിൽ തന്നെ തകർക്കപ്പെടുന്നു, രക്ഷിതാക്കൾ അറിയാതെ എന്നുള്ളതാണ്. ഇതിനുള്ള പരിഹാരമാണ് പോസിറ്റീവ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത്. പോസിറ്റീവ് പാരൻറ്റിംഗ് വളരെ സിമ്പിളായിട്ട് നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ പോവല്ലേ എന്ന് പറയുന്നതിന് പകരം മോനെ ഇങ്ങോട്ട് വാ, അത് എടുക്കല്ലേ എന്നതിന് പകരം ഇന്ന് ഇതെടുത്തോ, അവിടെ കയറല്ലേ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വന്നോ. ഇങ്ങനെ എന്താണോ അവൻ ചെയ്യേണ്ടത് അത് ആ ചെയ്യാനുള്ള വാക്കുകൾ അത് പറഞ്ഞു കൊടുത്ത് അത് കാണിച്ചു കൊടുത്ത് അവിടത്തേക്ക് അവനെ എത്തിച്ചുകൊണ്ട് ഡു ദാറ്റ്. ഒരാളോട് ഒരുപാട് തവണ നമ്മൾ ഡു എന്ന് പറയുന്ന സമയത്ത് ആ വ്യക്തിക്ക് യെസ് ഐ ക്യാൻ യു ക്യാൻ ഡു എന്നൊരു മെസ്സേജാണ് സത്യത്തിൽ പാരൻസ് ഈ പോസിറ്റീവ് പാരൻറ്റിങ്ങിലൂടെ കൊടുക്കുന്നത്. നിനക്കത് ചെയ്യാൻ കഴിയും മോനെ, നീ ചെയ്തോ എന്ന പെർമിഷൻ കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആത്മവിശ്വാസത്തിൻ്റെ തോത്, ആത്മവിശ്വാസത്തിൻ്റെ ലെവൽ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. വളരെ സിമ്പിളായ കാര്യമാണ്, പക്ഷേ ഇതിൻ്റെ ഇഫക്റ്റ് വളരെ വലിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ മക്കളുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഡോണ്ട് ഉപയോഗിച്ച് പറയുന്നതിന് പകരം, ചെയ്യല്ലേ എന്ന് പറയുന്നതിന് പകരം ചെയ്യേണ്ട കാര്യം അവന് സൂചിപ്പിച്ചുകൊണ്ട് മോനെ ഇത് ചെയ്തോ, നീ ഇത് ചെയ്തോ. എന്നാൽ നെഗറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നം ഒഴിവാക്കാനും സാധിക്കും. ആത്മവിശ്വാസം വളർത്തിക്കൊണ്ടുവരുന്നതിൽ പോസിറ്റീവ് പാരൻറ്റിങ്ങിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ സാധിക്കുക ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം. കൂടുതൽ വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വാച്ച്, സബ്സ്ക്രൈബ് ആൻഡ് ബി വിത്ത് us. Happy Life TV.